യെസ്, ബ്രദർ ചോദിച്ച ചോദ്യം ബിസിനസ് ആണോ ജോബാണോ എന്ന്. എൻ്റെ അഭിപ്രായത്തിൽ ബിസിനസ് തന്നെയാണ്. ജോബാണോ ബിസിനസ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പ്രിഫർ ചെയ്യുക ബിസിനസ് ആയിരിക്കും. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ബിസിനസ്സിലാണ്. എൻ്റെ അഭിപ്രായത്തിൽ ബിസിനസ്സാണ് നല്ലത്. ഞാൻ ജോബാണ് കൂടുതൽ. പിന്നെ നമുക്ക് നമ്മുടെ ഓൺ ടൈമിങ്, നമ്മുടെ ഓൺ ഷെഡ്യൂൾസ് ഒക്കെ ഉണ്ടാക്കാം. അതുപോലെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഹായ്, നമ്മളിന്നൊരു പബ്ലിക് ഒപ്പീനിയൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് ആണോ ജോബാണോ ബെറ്റർ, ആ ഒരു ടോപ്പിക്കിൽ ആളുകളുടെ റെസ്പോണ്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടൈം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ജോബാണ് കൂടുതൽ. കാരണം ബിസിനസ് ചെയ്യാനായിട്ട് അതിൻ്റെ നമുക്കൊരു സേവിങ്സ് എന്തെങ്കിലും വേണ്ടേ? ജോബ് തന്നെയാണ്, ജോബാണ് ബെറ്റർ. അല്ല, ബിസിനസ്സാണ് ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആരുടെയും അണ്ടറിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് നമ്മുടെ ഓൺ ടൈമിങ്, നമ്മുടെ ഓൺ ഷെഡ്യൂൾസ് ഒക്കെ ഉണ്ടാക്കാം. ആരുടെയും അടുത്ത് പോയിട്ട് ലീവ് ചോദിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ബിസിനസ് ആകുമ്പം നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റെബിലിറ്റിയിൽ അങ്ങ് പോകാൻ പറ്റും. വർക്ക് ചെയ്യണ പോലെ പ്രശ്നമില്ല. ജോബായിരിക്കും പ്രിഫർ ചെയ്യുക. കാരണം നമുക്ക് കറക്റ്റായിട്ട് എല്ലാ മാസവും മന്ത്ലി സാലറി വീഴും. നമുക്ക് ബിസിനസ് ആകുമ്പം ടെൻഷനാണ്, കൂടുതലും ടെൻഷൻസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. ജോബാകുമ്പം ആ ഒരു ടെൻഷൻ വേണ്ടി വരില്ല എന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് നമുക്ക് തന്നിരിക്കുന്ന വർക്ക് ചെയ്ത് കൊടുക്കുക, നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടും. യെസ്, ബ്രദർ ചോദിച്ച ചോദ്യം ബിസിനസ് ആണോ ജോബാണോ എന്ന്. എൻ്റെ അഭിപ്രായത്തിൽ ബിസിനസ് തന്നെയാണ്. അപ്പോൾ ഞാൻ ബിസിനസ് ചെയ്യാൻ പറയാൻ വിചാരിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഒരു ജോബായിരുന്നു, ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റിലെ ഒരു മാനേജറായിരുന്നു. അവിടെ എപ്പോഴും നിൽക്കുമ്പോൾ നമ്മൾ അയാളുടെ അണ്ടറിൽ മാത്രമായിരിക്കും. നമുക്ക് പേഴ്സണലി ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കിതായ ഒരു ഫ്രീഡം കിട്ടുന്നില്ല. അതാണ് ഞാൻ ബിസിനസ്സിലേക്ക് തിരിഞ്ഞത്. ഞാൻ ഒരു ലേവർജർ കേക്ക് ഷോപ്പിൻ്റെ ഫ്രാഞ്ചൈസി എടുത്തിട്ട് പള്ളിക്കര എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് പറഞ്ഞാൽ അതിൽ കൂടുതൽ ഇൻകം വരുന്നുണ്ട്. എനിക്ക് സ്വന്തമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമായിട്ടുണ്ട്. എനിക്ക് പിന്നെ ഒരുപാട് ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. എൻ്റെ സമയത്തിന് എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് പോകാൻ കഴിയും. എനിക്ക് എൻ്റേതായ കസ്റ്റമറെ കാണാൻ പറ്റും. എനിക്ക് ഒരുപാട് ഫ്രീഡം കിട്ടുന്നുണ്ട്. അത് മെയിൻ തിങ് അതാണ്. എനിക്ക് വല്ലാണ്ട് ഫ്രീഡം കിട്ടുന്നുണ്ട്. ഞാൻ പിന്നെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി കൂടുതൽ വർക്ക് ചെയ്യാനുള്ളൊരു പ്രൊമോഷൻ കിട്ടുന്നുമുണ്ട് ഇതിൽ. ഇന്നത്തെ കാലത്ത് ആൾക്കാരുടെ കയ്യിൽ കാശ് ഒരുപാടുണ്ട്, പക്ഷെ അവർക്ക് പ്രോപ്പറായ ഒരു ഐഡിയ ഇല്ല. ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ കാശും ഉണ്ടാവില്ല. ഇന്ന് ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ച്, ലൈക്ക് ഒരു കഫേ തുടങ്ങുകയാണെങ്കിൽ അത് വ്യക്തമായി പഠിച്ച് അതിൻ്റെ കോസ്റ്റ് ഓഫ് റെസിപ്പി, അതിൻ്റെ സ്ഥലങ്ങൾ, എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ വരേണ്ടത്, അതിൻ്റെ വ്യക്തമായ ഒരു പഠനം നടത്തി എല്ലാവരും ബിസിനസ്സിലേക്ക് തിരിച്ചു വരണം തന്നെയാണ്, എല്ലാവരും ബിസിനസ് ചെയ്യണം തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ ജോബിന് പോയിട്ടില്ല ലൈഫിൽ. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ബിസിനസ്സിലാണ്. ബിസിനസ്സിൽ തന്നെ റിട്ടയർ ചെയ്തു. മക്കളാരും കണ്ടിന്യൂ ചെയ്യാനില്ലാത്തതുകൊണ്ട് എല്ലാം വിദേശത്ത് പോയി. പിന്നെ എല്ലാം ക്ലോസ് ഡൗൺ ചെയ്ത് സ്വസ്ഥമായിട്ടിരിക്കുന്നു. അപ്പം ഇപ്പോഴത്തെ പിന്നെ റിട്ടേൺസ്, നല്ല ജോബിനൊക്കെ റിട്ടേൺസ് ഉള്ളതുകൊണ്ട് അതും കുഴപ്പമൊന്നുമില്ല. നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്ക് നല്ല ജോലി കിട്ടുന്നുണ്ട്. ബെറ്റർ എൻ്റെ ചോയ്സ് ബിസിനസ്സാണ്. എൻ്റെ അഭിപ്രായത്തിൽ ബിസിനസ്സാണ് നല്ലത്. കാരണം വെച്ചാൽ ബെറ്റർ സ്റ്റാൻഡേർഡ് ലീവിങ്ങും ബെറ്റർ ലൈഫും അച്ചീവ് ചെയ്യാൻ ഏറ്റവും എളുപ്പം വഴി ബിസിനസ്സായിട്ടാണ് തോന്നുന്നത്. ഒരു 10-20 വർഷം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന സാധനം നമുക്കൊരു ചുരുങ്ങിയ കാലയളവിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത് ബിസിനസ്സാണ്. ബട്ട് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ അതത്ര പ്രൊമോട്ടഡ് ആവുന്നില്ല. കുട്ടികൾക്കത് പറഞ്ഞു കൊടുക്കുന്നില്ല, അതിൻ്റെ അഡ്വാൻറ്റേജ് അറിയില്ല. ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ ആക്ച്വലി നമ്മളെ യൂസ് ചെയ്ത് അഡ്വാൻറ്റേജ് ചെയ്ത് അതിൻ്റെ പ്രോഫിറ്റ് എടുക്കുന്നു. സോ നമ്മുടെ കഴിവ് ബാക്കിയുള്ളവർക്ക് ഒരു അഡ്വാൻറ്റേജ് ആവുന്നതിനും പകരം നമ്മൾ തന്നെ അത് യൂസ് ചെയ്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ജോബിനേക്കാളിൽ എന്തുകൊണ്ടും നല്ലത് ബിസിനസ് ആയിരിക്കും. എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ബിസിനസ്സാണ് കുറച്ചുകൂടെ നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് എല്ലാത്തിനും ഒരു ടൈം ലിമിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ടൈം ഉണ്ട്. ആവശ്യമുള്ളപ്പോൾ ലീവ് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഒരു ഫങ്ഷൻസ് വരികയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം വരുമ്പോൾ നമുക്ക് ലീവ് എടുക്കാൻ പറ്റുക. പക്ഷെ ഒരു ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ മേലെ ഒരാൾ നമ്മളെ ഇങ്ങനെ
ഓരോ കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യാൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ജോബിൽ ഒരിക്കലും നമുക്കത് പറ്റില്ല. പിന്നെ ഒരു സാലറി ഇൻക്രിമെൻറ്റ് വരുന്ന ടൈമിലായാലും നമുക്ക് ഒരു ഇത്ര ഫിക്സഡ് ടൈമിൽ അല്ലെങ്കിൽ ഒരു വർഷം കഴിയണം, ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ നമുക്ക് അതിന് ഒരു ഹൈക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ്. പക്ഷേ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്കിംഗ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് നല്ലതായിട്ട് വരും. ജോബാണോ ബിസിനസ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പ്രിഫർ ചെയ്യുക ബിസിനസ് ആയിരിക്കും. കാരണം വെച്ചാൽ ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നതും സ്വന്തമായിട്ട് ഒരു ഐഡിയ വെച്ചിട്ട് ഏൺ ചെയ്യുക എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇപ്പം ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ. മറ്റേതാകുമ്പോൾ നമ്മുടെ ഓൺ ബിസിനസ് ആകുമ്പോൾ നമുക്ക് കുറച്ച്, എനിക്ക് അതിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഉള്ള അറിവ് വെച്ച് ഞാൻ പറഞ്ഞതാണ്. അതാകുമ്പോൾ നമ്മൾക്ക് എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കൂടുതൽ, അങ്ങനെ ഒരു ഫീൽ ഉണ്ട് എനിക്ക്. പിന്നെ കുറേ ഐഡിയാസ്, എൻ്റെ മനസ്സിൽ പല ഐഡിയാസും ഒക്കെ വരാറുണ്ട്, ഞാനത് ഷെയർ ചെയ്യാറുമുണ്ട്. പക്ഷെ അതൊക്കെ ഒന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത് വരാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനൊക്കെ ഏറ്റെടുക്കാൻ ഒരു മനധൈര്യം ഒക്കെ വേണം. മറ്റേതാകുമ്പോഴത്തേക്ക് പ്രശ്നമില്ല. അപ്പം എന്താ പറയുക, നമുക്ക് മന്ത്ലി സാലറി കിട്ടിക്കൊണ്ടിരിക്കും. ഒരു കമ്പനി വിട്ട് മാറുക അല്ലെങ്കിൽ അവർക്ക് ഒരു ലേ ഓഫ് വരുമ്പോൾ മാത്രമേ നമുക്ക് പേടിക്കേണ്ടതുള്ളൂ. പക്ഷെ മറ്റേതാകുമ്പോൾ അങ്ങനെയല്ല, റിസ്ക് ഫാക്ടർ കൂടുതലായിരിക്കും. പക്ഷെ എന്തായാലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബിസിനസ് തന്നെയാണ്.